ഇതിൽ അങ്ങനെ ഒരു ഹൊറർ എലിമെന്റ് അല്ല. അല്ലേ സുരേഷ്? അല്ല, ഇതൊരിക്കലും ഒരു ഹൊറർ അങ്ങനെ ഒരു ഉദ്ദേശമില്ല. പച്ചക്കണ്ണ് ഫീച്ചേഴ്സിൽ പുതിയ ഹക്കീം. പ്ലാറ്റ്ഫോമിനെ നമ്മൾ കൺവിൻസ് ചെയ്യണം. ഒബ്വിയസ്ലി ആളുകൾ പോകത്തില്ല, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. പ്രത്യേകിച്ച് ആദ്യത്തെ 2 എപ്പിസോഡ് അത് അവർക്ക് വളരെ ക്രൂഷ്യലാണ്. അത് കാണാനും ഒരു രസമുണ്ട്. ഇത് ഞാൻ ചെയ്തുകൊണ്ട് പറയുന്നല്ല, അല്ല മാറിയെന്ന് കാണുമ്പോഴേ ആക്ച്വലി ഒരു രസമുണ്ട്. നമ്മള് അതിന്റെ ഒരു വേറൊരു റെപ്ലിക്കയാണ്. Mulla was a very different character and she's a very hopeful character. നല്ലൊരു ഇത് വരാ, അത് എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് എടുക്കുക. Seize the moment, seize the script and make it happen. ഏതോ ഒരു ഭാഷയില് ഞാൻ വെറുതെ എന്തോ റീലെന്തോ കണ്ടാ എനിക്ക് ആസ് എ പ്രേക്ഷകൻ 100% sure. And if I am sitting at home and watching this, I love this. അറ്റൻറ്റീവ് ആയിട്ട് കാണാൻ പറ്റുന്ന സ്പേസിൽ ഡിസ്ട്രാക്ഷൻസ് കുറച്ച് കാണുന്നതല്ല. രാത്രി 12 മണിക്കൊന്നും മിസ്റ്ററി ഒരു ജോണറായി വരുന്ന സമയത്തേക്ക് ഭയം, ഈ കൺഫ്യൂഷൻ, 100 ചോദ്യങ്ങൾ ഉത്തരങ്ങൾ ഇതെല്ലാം അതിൻ്റെ പുറകിലുണ്ട്. പ്രത്യേകിച്ച് സീരീസ് കൂടി ആവുന്ന സമയത്തേക്ക് ഓഡിയൻസ് ഇതിൻ്റെ കൂടെ ട്രാവലിൽ പല ചിന്തിച്ച് വരുന്ന പല എന്താ പറയുക പ്ലോട്ട് പോയിന്റുകൾ ഉണ്ടാവാം. ഇവരുടേതായിട്ടുള്ള ക്ലിഫ് ഹാങ്ങർ ഉണ്ടാക്കുന്ന പുതിയ കഥകൾ ഉണ്ടാവാം. ഇതിനെല്ലാം മുകളിൽ ഒരു ഹുക്ക് കൊടുക്കുക, എക്സൈറ്റ് ചെയ്യിപ്പിക്കുക. ഇതന്നെ ഞാൻ തോന്നുന്നു സീരീസ് എഴുത്തിലെയും മേക്കിങ്ങിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ചലഞ്ചെന്ന് തോന്നുന്നു ഈ ഒരു ജോണറിൽ. സുമേഷിന് ആദ്യത്തെ സീരീസ് ലോങ് ഫോർമാറ്റ് ആണ് ഇതിൻ്റെ ഒരു വിഷ്വൽ ഗ്രാമർ. എന്തായിരുന്നു, എങ്ങനെയായിരുന്നു? റോസ്ലിൻ എന്താ ശരിക്കും? റോസ്ലിൻ ഈ പറയുന്ന പോലെ തന്നെ ഒരു സ്ലോ ബേൺ മിസ്റ്ററി ഡ്രാമ തന്നെയാണ്. അത് റോസ്ലിൻ എന്ന് പറയുന്ന സെൻട്രൽ ക്യാരക്ടർ, സഞ്ജന സെൻട്രൽ ക്യാരക്ടറിന്റെ ഒരു വെക്കേഷൻ സമയത്ത് നടക്കുന്ന ഈ ഫാമിലിയിലൂടെ അതിന്റെ ബാക്ക് ഡ്രോപ്പിൽ കഥ പറയുന്ന ഒരു മിസ്റ്ററി ഡ്രാമ തന്നെയാണ്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ലെയറുകളുള്ള പയ്യെ അഴിഞ്ഞു വരുന്ന രീതിയിൽ കഥ പറയുന്ന ക്ലിഫ് ഹാങ്ങറുകൾ എന്ന് പറയാവുന്ന കുഞ്ഞു കുഞ്ഞു സംഗതികൾ കൃത്യമായ ഇന്റർവെല്ലുകളിൽ വന്ന് അത് ലീഡ് ചെയ്ത് അവസാനത്തിലേക്ക് ഒരു പേ ഓഫിലേക്ക് മെല്ലെ ചെന്നെത്തുന്ന ഒരു ഫോർമുല തന്നെയാണ് ഇതിനകത്തും ഉള്ളത്. ഒട്ടും ലൈക്ക് ഭയങ്കര ഡാർക്ക്, ഔട്ട് ആൻഡ് ഡാർക്ക് സാധനമൊന്നുമല്ല. ഈ ഇതിൽ കാണുന്ന പോലെ തന്നെ ഇച്ചിരി ബ്രൈറ്റർ ഏരിയയിലും ഫീൽ ഗുഡ് ഇമോഷൻസിലും ഒക്കെ കൂടെ ട്രാവൽ ചെയ്യുന്ന, പക്ഷെ അതിനകത്തോട് ഒരു വരി പോലെ മിസ്റ്ററിയുടെ ഫ്ലേവർ കടന്നു പോകുന്നുണ്ട്. അത് കൊണ്ടുവരുന്ന ആള് ഈ ചെയ്യുന്ന ജെറിയുടെ ക്യാരക്ടറാണ്. ആ കോൺഫ്ലിക്റ്റുമായിട്ട് നമ്മൾ ട്രെയിലർ കണ്ടാൽ മനസ്സിലാവും. ആ കോൺഫ്ലിക്റ്റുമായിട്ട് വരുന്നത് പുള്ളിയാണ്. അതുവരെ മര്യാദക്ക് പൊക്കോണ്ടിരുന്ന വെച്ചൊരു കുടുംബമായിരുന്നു. അങ്ങനത്തെ ഒരു പരിപാടിയാണ് റോസ്ലിൻ. ഈ റോസ്ലിൻ എന്നുള്ള ടൈറ്റില് ഒരു കുട്ടിയുടെ പെർസ്പെക്റ്റീവ്, POV, അതിലെല്ലാം നമ്മൾ ഹുക്ക് ചെയ്യുന്ന മറ്റു കുറേ സിനിമകളുണ്ടല്ലോ നമ്മൾ മുന്നേ കണ്ടിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഒമൻ എനിക്ക് ലിങ്ക്ഡ് ആയിരുന്നു, ഓർഫൻ അല്ലെങ്കിൽ സ്റ്റിർ ഓഫ് എക്കോസ്. ഇതിൽ കുട്ടികളിലോട്ട് ലിങ്ക് ചെയ്ത് കണക്ട് ചെയ്ത് വരുമ്പോൾ അതിലൊരു രസമുള്ള ഫോർമുല ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. കുട്ടികൾ ലീഡ് ചെയ്യുന്ന സമയത്തേക്ക് മിസ്റ്ററികളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചിരിക്കുന്നു. കാരണം കുറെ കൂടെ അറ്റൻറ്റീവ് ആയിട്ടാണല്ലോ ഇവര്. ഒരു കുട്ടി ഒരു കാര്യം പറയും, ഇപ്പൊ എത്ര കുട്ടിയല്ല, 17 വയസ്സുണ്ട് ക്യാരക്ടറിന്, എന്നിരുന്നാൽ പോലും അത്രയും മെച്ചൂർഡ് അല്ല ഈ കഥാപാത്രം. അപ്പോ അവരൊരു കാര്യം ഇച്ചിരി വിയർഡ് ആയിട്ടുള്ള കാര്യം വീട്ടിൽ വന്ന് പ്രസന്റ് ചെയ്യാൻ നേരം ചിലപ്പോ എന്താ പറയാ അതിന് വേണ്ട വിധത്തിൽ ഒരു അറ്റൻഷൻ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല, മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഒക്കെ. ഇപ്പൊ അതിനകത്ത് ഈ പറഞ്ഞ വരി ഒന്നാമത് ഇത് ട്രെയിലർ കണ്ടതിൽ നിന്ന് മനസ്സിലാക്കാം നമുക്ക്. ഈ ക്യാരക്ടർ സ്ഥിരമായ ഫിക്ഷണൽ പുസ്തകങ്ങളൊക്കെ വായിച്ച് അതിന്റെ ഒരു ലോകത്ത് ഇങ്ങനെ ജീവിക്കുന്ന ഒരു ഇൻട്രോവേർട്ടഡ് ആയിട്ടൊരു ക്യാരക്ടറാണ്. അപ്പോ അങ്ങനെ ഒരാൾ ഈ കാര്യം എന്ന് പറയുമ്പോൾ ഒരു പച്ചക്കണ്ണൻ അല്ലെങ്കിൽ പൂച്ചക്കണ്ണനായിട്ടൊരു മനുഷ്യൻ ഇങ്ങനെ ഹോണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറയുമ്പോൾ പാരന്റ്സ് നോക്കാൻ നേരം ഇവളിപ്പോഴും തൊട്ട് തലേന്ന് വായിച്ച പുസ്തകത്തിന് അത് 2 പൂച്ചക്കണ്ണ് ക്യാരക്ടർ ഇരിക്കുന്നത്, ഇത് കാരണമാണ് നീ പറയുന്നത് എന്നുള്ള ഒരു ആംഗിൾ അവർ വരുന്നുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഇത് സീരിയസ് ആവുന്നത് ലേറ്റർ ഓൺ സ്റ്റേജിലാണ്. ഈ ക്യാരക്ടർ ഇപ്പൊ ട്രെയിലർ കണ്ടുപോയത് തന്നെ ഗസ്റ്റ് ആയിട്ട് എത്തുമ്പോഴാണ് ഇതിന്റെ ഒരു ഫ്ലേവർ മാറുന്നത്. അപ്പോ എന്നിരുന്നാൽ പോലും അതൊരു എന്താ പറയാ, അതാണ് ഈ കുട്ടി പറയുമ്പോഴത്തെ ഒരു കുറച്ചുകൂടെ നിഷ്കളങ്കമായ ഒരു സാധനം വരും, വേറൊരു പരിപാടി വരും. അതിനകത്ത് ഒരു ഫ്ലേവർ മാറുമല്ലോ. അതൊരു മിസ്റ്ററി പരിപാടിക്ക് ഒരു രസമുള്ള പരിപാടിയാണ്. അതിൽ ഈ മിസ്റ്ററി ഭയം ഒക്കെ പറയുന്ന സമയത്തേക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഹ്യൂമർ ഡെലിവറി ചെയ്യുന്ന പോലെയാണ് ഈ ഭയപ്പെടുക അല്ലെങ്കിൽ പേടിക്കുക എന്നുള്ളത് ഡെലിവറി ചെയ്യാന്നുള്ളത്. ഇതിൽ നിങ്ങൾ പേടിച്ചാൽ പോലും ഇതിന്റെ മീറ്റർ എത്രത്തോളാണ് നമുക്ക് കണക്ട് ആവണല്ലോ. നമ്മൾ ഭയപ്പെടില്ലേ, നമ്മൾ ഇതിന്റെ ഒരു ട്രാക്കിൽ എത്താന്നല്ല. അത് ശരിക്ക് എളുപ്പമുള്ള ഒരു പരിപാടിയാണ്. അതെ, അല്ല, ഇതൊരിക്കലും ഒരു ഹൊറർ അങ്ങനെ ഒരു ഉദ്ദേശമില്ല.
കോംപ്ലക്സ്ഡ് ആയിട്ട് പാരനോയിഡ് ആയ ഒരു കുറെ സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉള്ളില് ഒരു കുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂല് ഹൗ അവളുടെ പേരൻസ് എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുന്നു. ബിക്കോസ് ഭയങ്കര ഡെലിക്കറ്റ് ഏരിയയിൽ കൂടിയാണ് ഈ കുട്ടിയുടെ സഞ്ചാരം. സോ അത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ആൻഡ് അവർക്കൊരു ചെറിയ കുട്ടിയുണ്ട്, ഒരുപാട് വിളകട്ടും വയസ്സ് കുറഞ്ഞിട്ട് ഒരു ചെറിയ മോനുണ്ട്. സോ അത് ദാറ്റ് ഇസ് ഓൾസോ പ്രഷ്യസ്. അതിന്റെ ഇടയ്ക്ക് ഇത് ഹാൻഡിൽ ചെയ്യാനുള്ള so it goes like that. And more than the horror element, I think it's the mystery that you solve the mystery with each episode, and adana idinte oru bhangi with all these characters. So there's no horror actually. But ee horror ഞാൻ കാണുകയില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. തെറ്റായി ധാരണ വേണ്ട, അങ്ങനെ ഒരു കാര്യം നമ്മൾ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. ഹൊറർ എലമെന്റ് ഒരു അണ്ടർലൈൻ ഭീകരത വേണമല്ലോ, ഒരു മിസ്റ്റേക്ക്, നമ്മളെ ക്യൂരിയസ് ആക്കാൻ ഒരു ഭീകരത വേണം. ഹൊറർ ഫിലിംസ് കാണുന്ന ഭീകരത ഈ എപ്പോഴും ആക്ടേഴ്സിനുള്ള റെസ്പോൺസിബിലിറ്റി കൂടെ ഉണ്ടല്ലോ, ഇവരുടെ ക്യാരക്ടർ എന്തുമാത്രം പവർഫുൾ ആയിട്ട് ഡെലിവർ ചെയ്യാന്നുള്ളത്. അതിൽ തന്നെ ഇപ്പോൾ റോസ്ലിൻ എന്ന് പറയുന്ന ടൈറ്റിൽ ക്യാരക്ടറിൽ സഞ്ജന വരുന്ന സമയത്തേക്ക് സഞ്ജനയിൽ വരുന്ന ഒബ്വിയസ് ആയിരുന്നൊരു ഫോക്കസ് ഉണ്ടല്ലോ ഓഡിയൻസിന്റെ, ഉറപ്പായിട്ട് ഒരു ശ്രദ്ധ വരുന്നുണ്ട്, ഈ ക്യാരക്ടറിനെ ഫോളോ ചെയ്യണം. ശരിക്കും ഇങ്ങനെ ഒരു ലീഡ് ക്യാരക്ടർ, ലെങ്തി എപ്പിസോഡുകളിലെ ലെങ്തി സ്ക്രീൻ സ്പേസ്, അത് ശരിക്കും ഒരു ഇതുവരെ വന്ന ഫിലിമോഗ്രഫിയുടെ ഒരു പുതിയ എക്സ്പീരിയൻസ് അല്ലേ? അതെ, തീർച്ചയായിട്ടും. ആൻഡ് റോസ്ലിൻ എന്നുള്ള ക്യാരക്ടർ തന്നെ ഇപ്പൊ ബാക്കിയുള്ള ഞാൻ ചെയ്ത സിനിമ, ഇപ്പൊ മൂത്തോനായാലും ഇനിഷ്യലി മുല്ലയെക്കൂടെ സ്റ്റോറി പോവുകയാണെങ്കിലും there's a shift in location, there's a shift in the people around മുല്ല. പക്ഷെ ഇവിടെ ഒരേ വീട്ടിലാണ്. ഇപ്പോൾ ഐ തിങ്ക് ഓൾമോസ്റ്റ് ഓൾ ദ ഡേയ്സ് ഷൂട്ട് നടന്നത് ആ ഒറ്റ വീട്ടിലാണ്. അപ്പോൾ ലൊക്കേഷൻ ഷിഫ്റ്റ് ഇല്ല, ആൻഡ് ദ പീപ്പിൾ ആർ ദ സെയിം. അപ്പോൾ ആസ് എ പ്രൈമറി ക്യാരക്ടർ ഷീ ക്യാൻ സീം മൊണോട്ടനസ്. അപ്പോൾ അതാണ് വൺ ഓഫ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് തിങ്സ്. ഷീ ഷുഡൻറ്റ് സൗണ്ട് അനോയിഡ്, ലൈക്ക് ഓഡിയൻസിന് അനോയിങ് ആയി തോന്നരുത് ആ ഫോളോ ചെയ്യുന്ന ആളെ. അപ്പോൾ അതൊരു തീർച്ചയായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് ആ റോസ്ലിൻ്റെ ആങ്ഷ്യസ്നെസ്, ആ റോസ്ലിൻ്റെ ആ പാരനോയ, ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആ മീറ്റർ പിടിച്ച ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു ഡയറക്ടറിൻ്റെയോ റൈറ്ററിൻ്റെയോ ആ തരുന്ന ബ്രീഫ് ഇല്ലാതെ ഇറ്റ്സ് നോട്ട് പോസിബിൾ. സോ യാ, അങ്ങോട്ട് സമർപ്പിക്കുക, അവരെന്താ പറയാ അതനുസരിച്ച് പറ്റുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുക. ഇതേ റെസ്പോൺസിബിലിറ്റി ഹക്കിക്കുണ്ടല്ലോ, ഈ പറഞ്ഞ ഇത് ഓപ്പൺ ചെയ്യുന്ന ഡോറ് ഹക്കിയുടെ ക്യാരക്ടറിന് പരിപാടിയില്ല. ഇത് ഈ പറഞ്ഞ പോലെ സുമേഷ് പറഞ്ഞ പോലെ എന്റെ ക്യാരക്ടറിന്റെ എൻട്രിയോട് കൂടിയാണ് മിസ്റ്ററി സ്റ്റാർട്ട് ആവുന്നത്. ഞാനാണ് ആ ഒരു മിസ്റ്ററി എലമെന്റ്, എന്റെ ക്യാരക്ടർ ത്രൂ ആണ് ഇത് സ്റ്റോറിയിലോട്ട് കയറുന്നത്. അപ്പോൾ മാത്രമല്ല ഇയാളുടെ ഓൾറെഡി എന്താ പറയാ, റോസ്ലിൻ ഒരുപാട് ബുക്കുകൾ വായിച്ച് പുള്ളിക്കാരി ദുസ്വപ്നങ്ങൾ ഒരുപാട് കാണുന്നുണ്ട്, ഇതിനെക്കുറിച്ച് വീട്ടിൽ പറയുന്നുണ്ട്, അതിന്റെ പ്രശ്നങ്ങളും കൗൺസിലുകളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എടുക്കണം, ഇതൊക്കെ തോന്നലാണെന്ന് പറയുന്ന സമയത്താണ് ഇങ്ങനെ ഗസ്റ്റ് വീട്ടിലേക്ക് വരുന്നത്. അത് പക്ഷെ പുള്ളിക്കാരി ഇയാളെ കാണാൻ തുടങ്ങും. അപ്പോ ഒട്ടും ഇത് ഓൾറെഡി ഇങ്ങനെ അസുഖമുള്ള ഒരു കുട്ടിയാണ്, അസുഖം ഇൻ ദ സെൻസ് ഇങ്ങനെ ഒരു പ്രശ്നമുള്ള ഒരാളാണ്. അപ്പോ പുള്ളിക്കാരിയുടെ പെർസ്പെക്റ്റീവിൽ ഈ ക്യാരക്ടറിന് ഉണ്ടാകുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ആളത്ര പെർഫെക്റ്റ് അല്ല, ആളുടെ സ്വഭാവത്തിന് എന്തോ വ്യത്യാസമുണ്ട്, പക്ഷെ പേരൻസിനെ പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. അങ്ങനത്തെ ഒരു പോയിന്റിലാണ് ഈ ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അത് എന്താ പറയാ, ഈ പറഞ്ഞ പോലെ കണ്ണ് വെച്ച് കണ്ണിൽ നോട്ടത്തിൽ വേറെ എന്തോ ഇയാൾ ഉദ്ദേശിക്കുന്നുണ്ടോ, ഈ ഒരു പെർസ്പെക്റ്റീവ് മാത്രം, ആ ഒരു ആംഗിളിൽ ആ ഒരു സജഷനിൽ ക്യാമറ വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനെ ഒരു തരത്തിൽ ആ ഒരു മീറ്ററിൽ പിടിക്കുക എന്നുള്ളതാണ് എനിക്കുണ്ടായിരുന്ന ഒരു ചാലഞ്ച്. ക്യാരക്ടറിന്റെ ബ്രീഫിലും രസമുണ്ടല്ലേ, പച്ചക്കണ്ണ്, ഫീച്ചേഴ്സിൽ പുതിയ ഹക്കീം. സുമേഷ് പറയണത് എന്റെ കരിയർ ബെസ്റ്റ് ലുക്കാണ്. ഈ പൂച്ചക്കണ്ണും എപ്പോഴും ഈ സീരീസ് ഒക്കെ ആകുമ്പോൾ തോന്നിയിട്ടുണ്ട് പ്രേക്ഷകർ കുറച്ചും കൂടെ കൂടുതൽ പ്ലോട്ടായിട്ട് ക്യാരക്ടേഴ്സ് ആയിട്ട് ഇതിനൊപ്പമുള്ള ജേണി പ്രേക്ഷകർ കൂടുതലാണല്ലോ. ഈ ടൈം ഉണ്ട് അവിടെ, കുറച്ചും കൂടെ എലാബറേറ്റഡ് ആണ്, ഇമോഷണൽ കണക്ഷന് സമയമുണ്ട്. ഒരുപക്ഷെ ക്യാരക്ടർ പെട്ടുപോകാൻ പോകുന്ന ഒരു കുഴിയെ പറ്റി ചിലപ്പോൾ പ്രേക്ഷകർക്ക് നേരത്തെ കിട്ടാം, കാരണം ഇവരൊപ്പം ജേണി ലോങ് ടേം ആണ്. ശരിക്ക് ഇതിൻ്റെ ഒരു എഴുത്ത്, എനിക്ക് സുമേഷ് ചോദിക്കുകയാണെങ്കിൽ ഒരു എഴുത്ത് പ്രോസസ്സാണ് ഈ ലെങ്തി ആയിട്ടൊരു കഥയെ കൊണ്ടുപോകുന്നത്. അതിൽ ഈ പറഞ്ഞ ബോറടിക്കാതെ വീഴാതെ നേരെ കൊണ്ടുപോകുക എന്നുള്ള ഒരു ചലഞ്ച്. അപ്പോൾ നിങ്ങൾക്ക് പെർഫോം ചെയ്യുമ്പോൾ പ്ലോട്ട്, ക്യാരക്ടറായിട്ട് അറ്റാച്ച്മെന്റ് എങ്ങനെ ശരിക്കും സുമേഷ് തുടങ്ങി? ഇല്ല, ഒന്ന് എഴുതിയത് വിനായക് ശശികുമാറാണ്. അപ്പോൾ നമ്മള് ഇതിനകത്ത് ഇപ്പൊ സീരീസ് ആവുമ്പോ ഒരു ചെറിയൊരു പ്രിവിലേജ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, അത് ആക്ച്വലി ഒരു പരിധി വരെ മലയാളത്തില് ഉള്ളൂ. നമ്മളിപ്പോ വിദേശ സീരീസുകൾ കാണുന്ന അത്രയും എന്താ പറയാ ഒരു
ഇല്ല. നമുക്ക് തരുന്നില്ല, നമുക്ക് കിട്ടത്തില്ല. അത് കിട്ടാത്തതിന്റെ കാര്യം കൃത്യമായിട്ട് പ്ലാറ്റ്ഫോമിന് ഡാറ്റ ഉണ്ട്, അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, അതെ. ഇത് എത്ര ദൈർഘ്യം കൂടുമ്പോഴാണ് ആളിട്ട് പോകുന്നത് എന്നുള്ള സാധനം കൃത്യമായിട്ട്. അപ്പൊ അത് അതിന്റെ ഒരു റെസ്ട്രിക്ഷൻ എന്തായാലും ഉണ്ട് മലയാളത്തിൽ പ്രത്യേകിച്ച്. എന്നിരുന്നാൽ പോലും നമുക്ക് ഒരു ഈ ഷോയുടെ ഒരു ആവറേജ് എന്താ പറയാ സ്ക്രീൻ ടൈം നമ്മൾ ആലോചിച്ച് കഴിഞ്ഞ ഒരു 3.25 മണിക്കൂറോളം കിട്ടുന്നത്. ഒരു ആവറേജ് സിനിമയെക്കാളും നമുക്ക് 1 മണിക്കൂർ എക്സ്ട്രാ നമുക്ക് ഉണ്ട് പറയാനായിട്ട്. ആക്ച്വലി ഈ സ്ക്രിപ്റ്റ് OTT സിനിമ 2005 ഫസ്റ്റ് കോവിഡ് സമയത്തായിരുന്നു ആക്ച്വലി ഇതിന്റെ ഒരു ഐഡിയ വിനായകന് കിട്ടിയത്, നമ്മൾ സീൻ ഓർഡർ ആക്കി വരുന്നത്. അപ്പൊ അന്ന് ഡയറക്റ്റ് OTT സിനിമകൾ ഉണ്ടായിരുന്ന സമയത്ത് ആ ഒരു സ്പേസിലേക്ക് തന്നെ ആയിരുന്നു ഇതിന്റെ ബൈ ബർത്ത്. ആ സമയം മുതൽ ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീടാണ് ഇത് സീരീസിന്റെ ഒരു സാധ്യത വന്നു കഴിഞ്ഞപ്പോൾ അവിടെ പോയി നമ്മളൊന്ന് വാലുമുട്ടി നോക്കി അത് തുറന്ന് നമുക്ക് കിട്ടി. ഇത് ആദ്യം ഉണ്ടായിരുന്നതിൽ നിന്ന് ഒരു വ്യത്യാസങ്ങളും ആക്ച്വലി സീരീസിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോ ലെങ്ത്തിന്റെ കാര്യം ഇപ്പൊ നമ്മൾ ആലോചിക്കുമ്പോൾ എങ്ങനെ സിനിമ ആക്കുക എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇത് കൃത്യമായിട്ട് സ്ലോട്ടിൽ വന്ന് വീണു. അത് കൃത്യമായി അന്ന് എഴുതിയ സമയത്തുണ്ടായിരുന്ന അതേ ഈ ക്ലിപ്പ് ഹാങ്ങർ എന്ന് പറയുന്നുണ്ടല്ലോ, എപ്പിസോഡ് എൻഡിങ് പോയിന്റ്, ഞാൻ എത്ര പറയത്തുള്ളൂ ഹാങ്ങർ എന്ന് ഞാൻ പറയത്തുള്ളൂ. എപ്പിസോഡ് എൻഡിങ് പോയിന്റുകൾ അന്നുണ്ടായിരുന്നു സിനിമയ്ക്കകത്ത്, കൃത്യമായിട്ട് ഇന്റർവെല്ലുകൾ വരുന്നുണ്ടായിരുന്നു. അത് തന്നെ നമ്മൾ ഇന്ന് ഈ പറയുന്ന എപ്പിസോഡ് എൻഡ് ആയിട്ട് ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ സീരീസ് ആയതുകൊണ്ട് അത് നടക്കുന്നുണ്ട്. ആ ഒരു ലെവറേജ് നമുക്ക് കിട്ടും. അതാണ് ഈ സീരീസിന്റെ കൊണ്ട് നമുക്ക് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ്. ഇച്ചിരി കൂടെ സമയം നമുക്ക് സിനിമയെക്കാളും കിട്ടുന്നുണ്ട്. അത് പ്ലാറ്റ്ഫോമിനെ നമ്മൾ കൺവിൻസ് ചെയ്യണം. ഒബ്വിയസ്ലി ആളുകൾ പോകത്തില്ല, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. പ്രത്യേകിച്ച് ആദ്യത്തെ 2 എപ്പിസോഡുകൾ അത് അവർക്ക് വളരെ ക്രൂഷ്യലാണ്. പിന്നെ അത് കടന്നു കിട്ടുവാണെന്നുണ്ടെങ്കിൽ ജനറലി ആള് കളഞ്ഞിട്ട് പോകത്തില്ല, ഇനി പിന്നെ കണ്ടു തീർക്കാം എന്നൊരു മാനസികാവസ്ഥയിലേക്ക് എത്തും. അപ്പൊ 1-2 കടത്തിയെടുക്കുക എന്ന് പറയുന്നതാണ് അവരുടെ പെർസ്പെക്റ്റീവില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സാധനം. അതിന് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ജോണറൊക്കെ ആവുമ്പോൾ കുറെ കൂടെ അറ്റൻഷൻ കിട്ടി തന്നെ അത് പോകുമെന്ന് വിചാരിക്കുന്നു. ആക്ടേഴ്സിന് എങ്ങനെ ശരിക്കും ഒരു സീരീസിൽ അഭിനയിക്കുന്നത്, ഈ പ്ലോട്ടിനൊപ്പം ക്യാരക്ടറിനൊപ്പമുള്ള ജേർണി? ഇല്ല, എനിക്കൊക്കെ ഈ നമ്മുടെ ഒരു പ്രോസസ് ഓഫ് ഫിലിം മേക്കിംഗ്, അത് വെദർ ഇറ്റ് സീരീസ് ഇത് അവരുടെ ടെക്നിക്കൽ പ്രോട്ടോകോൾ, വി ഡോണ്ട് നോ ഓൾ ദാറ്റ്. നമ്മൾ യു കം ദേ, യു റീഡ് ദ സ്ക്രിപ്റ്റ്, യു ഗെറ്റ് ഇൻടു ദ ക്യാരക്ടർ. ആൻഡ് എനിക്ക് അബ്സല്യൂട്ട് ഡിലൈറ്റ് ആണ്. ഐ മീൻ സുമേഷ്, ബിക്കോസ് എനിക്കത് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ ടു ഒരു ഡയറക്ടറായിട്ട് ജെല്ലി. അതുപോലെ അദ്ദേഹം ഇൻപുട്സ് തന്ന് എടുക്കുന്നത് എനിക്ക് ഭയങ്കര ജോയാണ്. നമുക്ക് നമ്മൾ ഒറ്റക്ക് ചെയ്യും, പക്ഷെ അവരുടേതായ ചില ന്യൂവൻസസ്, അത് സുമേഷ് ഇസ് വെരി ഗുഡ് അറ്റ് ദാറ്റ്. അങ്ങനെ ഒരുപാട് ഇൻസിഡൻസുകൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് വളരെ ഡെലിക്കറ്റ് ആയ ഒരുപാട് കാര്യങ്ങൾ ഹീസ് ടു കം വളരെ പതുക്കെ അടുത്ത് വന്നിട്ട്, ചേട്ടാ അത് ഇങ്ങനെ നോക്കിയാൽ അത് അതിൽ ഭയങ്കര സെൻസ് ഉണ്ടാവും. അത് ആസ് എൻ ആക്ടർ ഭയങ്കര ഡിലൈറ്റ്ഫുൾ മൊമെന്റ്. When that is manifested, അതിന്റെ ഒരു എഫക്ട് നമ്മൾ കാണാത്തൊരു വേർഷൻ ആണല്ലോ. നമ്മൾ കാണാത്ത മാത്രല്ല, അത് അതിന്റെ ഒരു ആപ്ലിക്കേഷൻ അവിടെ വരുമ്പോ എന്ത് എക്സ്പ്രഷൻ ആയാലും, ചിരി ആയാലും, ലുക്സ് ആയാലും, അത് വളരെ ക്ലിയർ കട്ട് ആയിട്ട് എനിക്ക് മാത്രമല്ല കേട്ടോ, ഫോർ ഓൾ ദി ലീഡിങ് ക്യാരക്ടേഴ്സ് ഇതില് അങ്ങനെ ഒരു ഇവര് രണ്ടുപേരും, വിനായക്കും സുമേഷും ത്രൂ ഔട്ട് ഫിൽം മേക്കിംഗ് അവിടെ ഉണ്ടായിരുന്നു. And Jitu, Joseph used to visit and even crucial ഇത് ചെയ്യുമ്പം, so they used to have constant communication. പക്ഷെ എക്സിക്യൂഷൻ ഇവരുടെ ഒരു ബ്രില്യൻ ടീം ഉണ്ടായിരുന്നു, അസിസ്റ്റൻസ്, പിന്നെ ഉണ്ണികൃഷ്ണൻ ക്യാമറ, ആൻഡ് ഒരു ബ്യൂട്ടിഫുൾ ടീം ഓഫ് വർക്ക്. അവരെ കൂടെ നമ്മളിങ്ങനെ ജെല്ലായി. ഇതിന്റെ അടിസ്ഥാനം എന്താ വെച്ചാൽ ആ സ്ക്രിപ്റ്റിന്റെ ഒരു ഭംഗി ഓട്ടോമാറ്റിക്കലി നമ്മളെല്ലാം അതിലേക്ക് അങ്ങോട്ട് immerse ചെയ്യും. That's the beauty. Once you are happy with that storyline and the script and the character you're doing, the rest just falls in place. And when you have a very sensible, convictional director, നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ ഉണ്ടാവുമ്പോൾ everything becomes easy. So അങ്ങനെ ഒരു ഫ്ലോ ആയിരുന്നു എനിക്ക്. And I thoroughly enjoyed. ഞാൻ പറയുന്ന പോലെ നമുക്ക് ഈ ഒരു ആത്മതൃപ്തി തരുമ്പോഴാണ് ഡെഫിനറ്റ്ലി ആ ആത്മതൃപ്തിയാണ് പ്രേക്ഷകരിലേക്ക് എന്നാണ് എന്റെ ഒരു ഹംബിൾ എക്സ്പീരിയൻസ്. നമ്മളും സാറ്റിസ്ഫൈഡ് ആവണല്ലേ? നമ്മളും സാറ്റിസ്ഫൈഡ് ആവണം. ആ ചെയ്തതില് ഇതിലൊരു ആ എഴുത്തിന്റെയും ഡയലോഗിന്റെയും ആ പെർഫോമൻസിന്റെ ആ ബാക്കിയുള്ള ആർട്ടിസ്റ്റിന്റെ ഒക്കെ കോൺട്രിബ്യൂഷൻ വരുമ്പോൾ എന്തൊരു ഭംഗിയാണെന്നുള്ളത് നമ്മൾ ഇവൻ ദോ വി ഹാവന്റ് സീൻ ഇറ്റ്, വി കൻ ജഡ്ജ് ദ ടോട്ടൽ ഔട്ട്പുട്ട്. സോ അങ്ങനെ ഭയങ്കര ഒരു കോൺഫിഡൻസ് ഇതിനുണ്ട്. ആൻഡ് എനിക്ക് ആസ് എൻ ആക്ടർ ഒരുപാട് ജോയ് തന്നൊരു എക്സ്പീരിയൻസ്. So അവിടെ സീരീസ് സിനിമ വ്യത്യാസമില്ല. Of course, process of shooting, because at this നമ്മൾ 6 we had to shoot and finish.
and access was very difficult. Vandiperi are almost 4.5-5 hours journey. So അങ്ങനത്തെ ചെറിയ ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. ഇടയ്ക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ കമ്മിങ് ആൻഡ് ഗോയിങ് ആൻഡ് ഓൾ ഇസ് ഡിഫിക്കൽട്ട്. പക്ഷെ വളരെ ബ്രില്യന്റ് ആയ ഒരു വി ഹാഡ് എ പ്രൊഡ്യൂസർ, ലൈൻ പ്രൊഡ്യൂസർ മിസ്റ്റർ മാത്യു ജോർജ്. അദ്ദേഹത്തിന്റെ ടീം ഓഫ് പ്രൊഡക്ഷൻ മാനേജേഴ്സ് ആൻഡ് എക്സിക്യൂട്ടീവ്സ് വളരെ ബ്രില്യന്റ് ആയിട്ട് എവറിത്തിങ് വാസ് കോർഡിനേറ്റഡ്. ഐ എൻജോയ്ഡ്. ഈ വണ്ടിപ്പെരിയാർ പറഞ്ഞപ്പോഴേ എപ്പോഴും ഈ പറഞ്ഞ ഒരു ത്രില്ലർ ബാക്ക് ഡ്രോപ്പ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഹൈ റേഞ്ചിലോട്ടുള്ള ഒരു പോക്കുണ്ട്. പക്ഷെ അതിനെ പറ്റി ഒരിക്കലൊരു സംവിധായകൻ പറഞ്ഞത് ഹൈ റേഞ്ചിലെ മനുഷ്യന്മാരെ ഈ ചെറിയ റേഞ്ചുകളായിട്ടാണ് ഇരിക്കുന്നത്. അവർക്ക് ചുറ്റും വേറെ വേൾഡ് ഇല്ല. അവരെ ഓരോ ഭൂഖണ്ഡങ്ങളൊക്കെ പോലെ അവർ ഇൻഡിവിജ്വലി ഓരോ കോണ്ടിനെന്റ്സ് ആയിട്ട് ജീവിക്കുന്നവരാണ്. ശരിക്കും എന്താ ഇതിലൊരു ഈസിനെസ് ആണോ, കുറച്ചും കൂടി ഇതിൽ ഹുക്ക് ചെയ്യാൻ എളുപ്പമുള്ളതാണോ, എന്താ ശരിക്കും ഒരു ഹൈ റേഞ്ചിലോട്ടുള്ള ഒരു പ്ലേസ്മെന്റ്? ഉറപ്പായിട്ടും അതിന്റെ ഒരു വിഷ്വൽ അപ്പീല് ഭയങ്കരമായിട്ടൊരു വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ അവിടെ മറ്റേ ഈ കൂടി വീടുകളൊന്നും ഇല്ല എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം കാണാൻ തന്നെ ഒരു രസമാണ്. അതിന്റെ മൂഡുണ്ട്. ആ മൂഡ് നമ്മുടെ കഥയെ നമ്മൾ കഥ പറയാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഭയങ്കരമായിട്ട്. അങ്ങനത്തെ ഒരു സെറ്റിങ്ങിൽ കൊണ്ടത് പറഞ്ഞു. പിന്നെ ഈ കഥ എഴുതിയപ്പോ തന്നെ ഇതിന്റെ ജോഗ്രഫി, ആ വീടിന്റെ സ്റ്റൈലും ലുക്കും ഒക്കെ കഥയെ ആക്ച്വലി ഡിമാൻഡ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇവര് ഈ പറയുന്ന ഫാമിലി ഒരു അനിമൽ ഫാമും പ്ലാന്റ് നഴ്സറി ഒക്കെ നടത്തി അതുപോലത്തെ ഒരു ഹൈ റേഞ്ച് ഏരിയയിൽ അതിനോട് തന്നെ ചേർന്നുള്ള ഒരു വീട്ടിൽ താമസിക്കുന്നവരാണ്. അതാണ് ഇതിന്റെ ബാക്ക് ഡ്രോപ്പ്. അപ്പൊ ആ ബാക്ക് ഡ്രോപ്പിന് തന്നെ ഒരു രസമുണ്ട്. കാണുമ്പോൾ ഒരു രസമുണ്ട്, കേൾക്കുമ്പോഴും ഒരു രസം ഉണ്ടായിരുന്നു നമ്മൾ കഥ പറയുമ്പോൾ. ഓൾസോ ആ വീടിന് ഈ പറയുന്ന മാതിരി ഒരു എന്താ പറയാ കഥപരമായിട്ട് ആവശ്യമുണ്ട്. എന്റെ മുറിയുടെ പ്ലേസ്മെന്റും അതിനിടയിലൂടെ കൂടെയുള്ള ഒരു വിഷ്വൽ അതൊക്കെ നമ്മൾ ഈ കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ അങ്ങനെ അതിന് വേണ്ടുന്നൊക്കെ ചേർന്ന് വരുന്ന ഒരു വീട് തപ്പിയെടുത്ത് കിട്ടിയത് ആക്ച്വലി വണ്ടിപ്പെരിയാർ. നമ്മൾ ആക്ച്വലി കുറെ തപ്പിയതാണ്. തപ്പിയ അവസാനം നമ്മളത് അവിടെ വന്നെത്തിയത്. പക്ഷെ അത് ആക്ച്വലി നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് കാണാനും ഒരു രസമുണ്ട്. ഇത് ഞാൻ ചെയ്തുകൊണ്ട് പറയുന്നല്ല, അല്ല മാറിയെന്ന് കാണുമ്പോഴേ ആക്ച്വലി ഒരു രസമുണ്ട്. നമ്മള് റാൽഫ് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. അതൊരു വേറെ ലോകമാണ്. വേറെ ഒന്നും ഇല്ല. അതിന്റെ മുകളിൽ കാട്ടിന്റെ നടക്കാണ് ഈ വീട്. അതിൽ തന്നെ ഒരു ഭയങ്കര ഒരു ഇവർക്ക് ഇവർ മാത്രമുള്ള വേൾഡാണ് അത്. അവിടെ പശുക്കള്, ചെടികള്, തോട്ടം, കോഴി, all this farm and animals and അതിന്റെ കൂടെ ഞങ്ങളും. And it brings two sides. ആ ഒരു uneasiness build ചെയ്യാനും അങ്ങനത്തെ ഒരു ലൊക്കേഷൻ വർക്ക്സ് a lot. ഇപ്പൊ സാർ പറഞ്ഞ പോലെ അതിൽ നല്ല കാര്യങ്ങളും ഉണ്ട്. ആ നഴ്സറി, അവരുടെ കുട്ടി ലോകം, ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു away from a lot of people. Uneasiness. അവിടെ ഒരു സ്ട്രേഞ്ചർ വരുമ്പോൾ it helps build that. അപ്പൊ തന്നെ ഒരു സാധനം നമുക്ക് പറഞ്ഞ മുന്തിരിത്തോപ്പിലെ സോളമന്റെ വീടില്ലേ, അതിന്റെ ഒരു വേറൊരു റെപ്ലിക്കാണ് ഞാൻ ആ ലൊക്കേഷൻ തന്നെ ഇവരോട് പറയുന്നു. അതിന്റെ ആ ഒരു ജോഗ്രഫി, ആ മുമ്പിൽ ഇങ്ങനെ ഒരു ഊഞ്ഞാല്, പിന്നെ ഈ ഒരു കോറിഡോർ, ഈ സോളമനും ആന്റണിയും കൂടി സൈക്കിൾ ഓടിച്ച് കളിക്കുന്നത്, അതുപോലെ ഈ സോഫി അടക്കം റീത്ത അവരുടെ വീട്ടിന്റെ സൈഡ്, ആന്റണിയുടെ മുറിയിലേക്ക് സോളമൻ, അതേ സ്ട്രക്ചറാണ് അവിടെ ഈ വീടിന്. അപ്പൊ ഞാൻ ചില സീക്വൻസ് ഞാൻ ഈ പുറത്തിരുന്നിട്ട് സഞ്ജനായിട്ട് ചില കോമ്പിനേഷൻ ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ ഇവരെല്ലാം ഓർമ്മ വരിക. ഈ ക്യാരക്ടേഴ്സ് ലാലേട്ടന്റെയും സോഫിയുടെയും ഷാരിയുടെയും ഒക്കെ അമ്മ ഓൾ ടൈം ഒരു പെർഫോമൻസ് ആണ്. അപ്പൊ അതിങ്ങനെ എനിക്കിങ്ങനെ ഈ ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ട് ഐ വാസ് ടെല്ലിങ് സുമേഷ്, ഈ വെബ് സീരീസ് കണ്ടിട്ട് നിങ്ങൾ മുന്തിരിത്തോപ്പ് രണ്ട് വീടുകളും കമ്പയർ, നോട്ട് എക്സാക്ട് റെപ്ലിക്ക അല്ല, പക്ഷെ ദാറ്റ് ഫീൽ ഓഫ് ഇറ്റ്, ബിക്കോസ് ദിസ് ഫിലിം ഇസ് ഓൾസോ ലൈക്ക് ദാറ്റ്. അതിലും കുറെ പ്രാവുകളും ചെറിയ പ്രാവിന്റെ കൂടുകള് അതിനെ ഫീൽ ചെയ്യുന്നു, ഒരു ലോണ്, അതേപോലെ ഒരു ഫ്രണ്ട്, ആ വീടിന്റെ ഒരു സ്പിരിച്വൽ കസിൻ എന്നൊക്കെ പറയുന്നത് അതും. പിന്നെ അതിന്റെ കൂടെ ഈ കഥയും അങ്ങനെയാണ്, ഒരു ഫീൽ ഗുഡ് ഫാമിലി കാര്യങ്ങളല്ല. അത് എനിക്ക് ഭയങ്കര. സോ വാട്ട് ഐ ആം ട്രൈങ് ടു സേ ഈസ് നമ്മള് വി സ്റ്റാർട്ട് റീലിവിംഗ് ദാറ്റ് സെയിം ഹാപ്പി, ദോസ് പ്രഷ്യസ് മൊമെന്റ്സ്. എനിക്ക് ഐ ഗോട്ട് ഇറ്റ് ബാക്ക് ഫ്രം ദിസ് ഈ ഒരു എക്സ്പീരിയൻസ്. സോ അത് ഐ ചെറിഷ് ദാറ്റ് ആൻഡ് I shared it with them also. ഈ സോളമൻ പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കണക്ട് ചെയ്ത് ചോദിക്കാം. ഈ ഓരോ പ്രായത്തിൽ കിട്ടുന്ന കഥാപാത്രങ്ങളുണ്ടല്ലോ, ശരിക്കും ഇപ്പോൾ ഒരു ചെറിയ പ്രായത്തിൽ കിട്ടുന്ന ഒരു കോളേജ് പയ്യനല്ല നെക്സ്റ്റ് സ്റ്റേജിൽ കിട്ടുന്നത്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് ഇപ്പോൾ ഫാദർ ക്യാരക്ടേഴ്സിൽ രസമുള്ള കുറേ മൂവ്മെന്റുകൾ നടത്തിയിട്ടുണ്ട്. നമ്മൾ ഈ പാച്ചും സർവ്വമായ ലേറ്റസ്റ്റ് എക്സാമ്പിൾ നമ്മൾ എടുത്ത് പറയുന്നു.
100 Days of Love ഇതിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. അത്തരത്തിൽ ബാക്ക് ടു ബാക്ക് ഫാദർ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്, അതിൽ തന്നെ പെൺകുട്ടി ഒരു മകളുള്ള അച്ഛൻ ക്യാരക്ടർ എന്നുള്ളത്, അതിലുള്ള ഈ മോളു വിളി, എല്ലാ തരത്തിലും ഭയങ്കര എനിക്കത് വിനീതയുടെ കുറച്ചുകൂടെ പേഴ്സണലായി കാണുന്നത് തോന്നിയിട്ടുണ്ട്. ഈ പ്ലേയിങ് അച്ഛൻ ക്യാരക്ടേഴ്സ് നമ്മൾ ഒരുപാട് പേര് അമ്മ വേഷങ്ങൾ ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അച്ഛൻ ക്യാരക്ടറായി പെർഫോം ചെയ്യുന്നതിന്റെ ഒരു എന്താ ശരിക്കും അതൊരു പേഴ്സണൽ ചെറിഷിങ് ആണ്? Personally, you connect to it because in real life also I have a teenage daughter. And പക്ഷെ പേഴ്സണലി നമ്മൾ ചില ഇൻസിഡൻസ് കണക്ട് ചെയ്യെങ്കിലും ബട്ട് ഐ മേക്ക് ഷുവർ ദാറ്റ് ഐ എം ദ ക്യാരക്ടർ. സോ ആ ക്യാരക്ടറിന്റെ ഒരു ബോണ്ടിങ് ഇസ് ഡിഫറെന്റ്. അതിൽ ചില മോമെന്റ്സ് ഇപ്പൊ ഞാൻ സഞ്ജന ഞാൻ വിളിക്കുന്നതൊക്കെ ഭയങ്കര ഈ റോസു എന്നൊരു വിളിയുണ്ട് പിന്നെ ഈ അച്ഛൻ ജോണിന്റെ റോസ് എന്നാണ് വിളി. അപ്പൊ ചിലപ്പോ ഇവള് കേൾക്കില്ല ബിക്കോസ് ഇത് കംപ്ലീറ്റ് റോസ് ഇങ്ങനെ ഒരു വിളിയുണ്ട്. അപ്പൊ അങ്ങനത്തെ വിളികളൊക്കെ ഉണ്ടല്ലോ ലൈക്ക് സംടൈംസ് ഐ കോൾ മൈ ഡോട്ടർ, അങ്ങനെ ലിറ്റിൽ മോമെന്റ്സ്. പക്ഷെ as a character when I perform I'm completely disconnected from my personal. I don't connect it with that at all. I see it as that character. സർവമയിലായാലും ആ മാത്യു മാനുവലായിട്ടാണ് ഞാൻ എന്നെ കാണുക. I cannot see it as myself. So that is the way you connect to character. So our relationship of Rosalind and John are. So I become that John if I am myself. But as I told you, personally നമുക്ക് little bit of connections അവിടെ ഇവിടെ വീട്ടിൽ ഇതുപോലെ ചില സമയം some argument might happen or some misunderstanding വരുമ്പോഴോ അല്ല അങ്ങനെ എന്തെങ്കിലും or some sweet hug when you go and so these are things that can happen in everybody's life. അത് we might relate. പക്ഷെ ഞാൻ deliberate I make sure that the character and the actor playing that has to be different. അപ്പോഴേ അതിൽ ബോഡി ലാംഗ്വേജിലും വ്യത്യാസം വരും. നമ്മൾ പോർട്രേ ചെയ്യുന്ന ആ കഥാപാത്രത്തിന് വേറൊരു ഐഡന്റിറ്റി പല എല്ലാ അച്ഛന്മാരും എല്ലാത്തിലും വിനീത സെൻസ്. ഇപ്പൊ ഞാൻ വാങ്കില് ഐ ഹാവ് ഡൺ എ വെരി വളരെ റിലിജിയസ് ആയ ഓർത്തഡോക്സ് ഫാദർ ആണ്. അപ്പൊ അതിൽ ഇഫ് യു സീ മൈ ബോഡി ലാംഗ്വേജ് ഇസ് വെരി ഡിഫറെന്റ്. അവിടെ ഐ കാൻ പ്ലേസ് മൈ സെൽഫ് ആസ് വാട്ട് ഐ ആം. സിമിലർലി ഇതില് ജോൺ ഇസ് എ വെരി സ്വീറ്റ് ഭയങ്കര ലവബിൾ അല്ലെ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് അച്ഛനാണ്. അമ്മ ടഫാണ്. പിന്നെ ചെയ്ത ക്യാരക്ടർ കുറച്ച് സ്ട്രിക്റ്റ് ആണ്, അധികം എൻകറേജ് ചെയ്യില്ല ഇവളുടെ ഇത്. ഷീ ട്രൈസ് ടു ആർഗ്യൂ വിത്ത് ബട്ട് ദിസ് മാൻ ഇസ് വെരി സ്വീറ്റ് ആൻഡ് ട്രൈസ് ടു കൺസോൾ ഹെർ. ആൻഡ് സോ അങ്ങനത്തെ ഒരു ആ ക്യാരക്ടർ അതിൻ്റെതായ ബോഡി ലാംഗ്വേജ് അതിൻ്റെതായ ആ സ്വീറ്റ്നെസ് വരണം. പിന്നെ ഇവരാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്, അവിടുത്തെ പശുക്കളെ കൊണ്ടിരുന്നതും ഇതും അവിടുത്തെ ബാക്കിയുള്ള വർക്കേഴ്സിനെ ഡീൽ ചെയ്യുന്നത്. അപ്പൊ അതിന് ഒരു വേറെ തരം ബോഡി ലാംഗ്വേജ് ആയിട്ട് കൊണ്ടുപോകുമ്പോൾ പുതിയ പുതിയ ക്യാരക്ടേഴ്സ് ഇട്ട് വന്ന് ഹക്കീനെ എടുത്ത് വെക്കാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു പ്രണയവിലാസത്തിന് ശേഷം മലയാളത്തിലെ പുതിയ നിരയിലെ പ്രധാന നടന്മാരിൽ ഒരാളായിട്ട് ഹക്കീമിനെ പ്ലേസ് ചെയ്യപ്പെടുന്നുണ്ട്. അതിന് പുറകെ സിനിമകളിലൊക്കെ ഹക്കീം ഉണ്ടെങ്കിൽ ഹക്കീമിനായിട്ടുള്ളൊരു ഓട്ടോമാറ്റിക്കലി ഒരു ഫോക്കസ് ഷിഫ്റ്റ് അവിടെ സംഭവിക്കുന്നുണ്ട്. സീരീസിൻ്റെ പാർട്ടാവുന്നു. ഇതിൽ ഈ പറഞ്ഞ ഈ ഫോക്കസ് അവിടെ വരുന്നുണ്ട്. ഉറപ്പായിട്ട് ഹക്കീമിനും കരിയറിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് സെറ്റ് ചെയ്യാൻ ഒരു പൊസിഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ്മെൻ്റ് ആണല്ലോ ഒരു സീരീസിൻ്റെ ഭാഗമാവുക, പ്രത്യേകിച്ച് ജിയോ ഹോട്ട്സ്റ്റാറിലൊരു വലിയ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ. എന്താ ശരിക്കും ഹക്കീമിൻ്റെ ഒരു ത്രൂ ആയിട്ടുള്ളൊരു കരിയറിൽ റോസ്റ്റിനെ പ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഹക്കീം ആസ് ആൻ ആക്ടർ എടുക്കുന്ന ഡിസിഷൻസ് ഇതൊക്കെ ഇതിൻ്റെ റീസൺ ആണല്ലോ. ഞാൻ ഇത് ചെയ്ത സമയത്ത് തന്നെ ഞാൻ കൃഷാന്തിന്റെ വെബ് സീരീസ് ചെയ്തിട്ടുണ്ടായി, 4 സംഘം ചെയ്തു. പിന്നെ ഒരു ഹിന്ദി വെബ് സീരീസ് ഉണ്ടായിരുന്നു ബ്ലാക്ക് വൈറ്റ് ആങ്കർ എന്ന് പറഞ്ഞിട്ട്. തീർച്ചയായിട്ടും ഇതിനൊപ്പം തന്നെ ഇത് കഴിഞ്ഞ സമയത്തും ഒരുപാട് എന്താ പറയാ ഷോസ് ഞാൻ കേട്ടു. പക്ഷെ എനിക്ക് അങ്ങനെ അങ്ങോട്ട് അതിനകത്തേക്ക് ഇന്നാവാൻ തോന്നിയില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണമല്ലോ എന്ത് ചെയ്യുമ്പോൾ. അല്ലാതെ സീരീസിന് ഓക്കെ ഞാൻ ഇനി കുറച്ച് സീരീസ് പിടിക്കാം, അത് കഴിഞ്ഞിട്ട് ഇനി കുറച്ച് സിനിമകൾ നോക്കാം, ഇനി കുറച്ച് തമിഴ് ചെയ്യാം, അങ്ങനെയൊന്നും വിചാരിക്കുന്നില്ല. വരുന്ന വർക്ക് ചെയ്ത് മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതി ചെയ്യാന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഓഫ്കോഴ്സ് ഇപ്പോൾ ഹോട്ട്സ്റ്റാറിൽ ഒരു പരിപാടി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏകദേശം 130 million സബ്സ്ക്രൈബേഴ്സ് എന്തോ ഉണ്ട് ഹോട്ട്സ്റ്റാർ. അപ്പൊ അത്രയധികം ആളുകൾ തീർച്ചയായിട്ടും കാണും. ഇത് തന്നെ 6 ഭാഷകളിൽ എന്തോ റിലീസ് ആവുന്നുണ്ട്. ഹിന്ദി, മലയാളം, തെലുങ്ക്, കന്നഡ, മറാഠി അല്ലേ, അങ്ങനെ പല സ്ഥലത്തേക്ക് സാധനം പോകുന്നു. പത്രം മാത്രമല്ല ഇപ്പൊ ഹോട്ട്സ്റ്റാറിലുള്ള ഓഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫാമിലി. നെറ്റ്ഫ്ലിക്സിൽ ഇപ്പൊ 1-to-1
പക്ഷെ ഹോട്ട്സ്റ്റാർ അങ്ങനെയല്ല, കുറച്ചുകൂടി ഫാമിലി റീജിയണലിയും കുറച്ചും കൂടെ വലുതായിട്ട് വലുതായിട്ടുള്ള ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് OTT ഇതാണ്. അപ്പൊ നോക്കുമ്പോൾ അത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് തീർച്ചയായിട്ടും. എന്ന് വെച്ചുകൊണ്ട് കഥ കുറച്ച് മോശമാണെങ്കിൽ അന്ന് കുഴപ്പമില്ല, ഫേസ് ഓപ്പർച്യൂണിറ്റി ചെയ്യാൻ നിൽക്കുന്നില്ല. എല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ഫസ്റ്റ് തന്നെ നമ്മൾ ഈ കാറ്റഗറി അളിയാണ്ട് അങ്ങനെ അങ്ങനെ പിടിക്കുന്നതാണ്. പിന്നെ എന്റെ ഇപ്പോഴത്തെ സ്റ്റേജിൽ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് വരുന്ന വർക്ക് ചെയ്യാന്നുള്ളൊരു പരിപാടിയേ ഉള്ളൂ. ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് വലുതാവുന്നുണ്ട് നോക്കുമ്പോൾ. മലയാളം മാത്രമല്ല, തമിഴാണെങ്കിലും തെലുങ്കിൽ നിന്ന് റോഡ് വരുന്നുണ്ട്, ഹിന്ദി വരുന്നുണ്ട്. അപ്പോഴൊന്നും എനിക്ക് നോക്കാം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണോ, ഞാനിതുവരെ ചെയ്യാത്തതാണോ, എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെയാണ് ഞാൻ നോക്കുന്നത്. അത്രേ ഉള്ളൂ. അല്ലാതെ സഞ്ജന അടുത്താണെങ്കിൽ എനിക്ക് തോന്നുന്നു മുല്ലയിൽ കിട്ടുന്ന വലിയൊരു അറ്റൻഷൻ ഉണ്ട്, പെർഫോമൻസ് കിട്ടുന്ന അപ്രീസിയേഷൻ ഉണ്ട്. മുല്ല ടു റോസ്റ്റിൽ വരുമ്പോഴത്തേക്കും സഞ്ജന മാറുന്നുണ്ട്, സഞ്ജനയാണ് സിനിമകൾ മാറുന്നുണ്ട്. സഞ്ജനയിലെ ഒരു ഇപ്പോൾ സിനിമ ആസ്പിറന്റിന്റെ പെർസ്പെക്റ്റീവ് മാറുന്നുണ്ടായിരിക്കാം. എന്താ ശരിക്കും ഒരു മുല്ലയിൽ നിന്നുള്ളൊരു ടേക്ക് അവേയും റോസ്റ്റിൽ എത്തി നിൽക്കുമ്പോഴുള്ള പുതിയ ടേക്ക് അവേ, അതിലൊരു മാറ്റമുണ്ടോ? സിനിമയെ കാണുന്ന രീതി മാറുന്നുണ്ടോ? സീരീസിനെ കാണുന്ന രീതി മാറുന്നുണ്ടോ? സോ മൂത്തോൻ എടുത്ത രീതിയും റോസ്ലിൻ ഞങ്ങൾ ഷൂട്ട് ചെയ്ത രീതിയും വളരെ വ്യത്യാസമാണ്. സംതിങ് ദാറ്റ് ഐ ക്യാൻ പുൾ ഔട്ട് ഇൻ കോമൺ, മൂത്തോൻ ഞങ്ങൾ എല്ലാവരും ഭയങ്കര വെൽനെറ്റായിരുന്നു. ഇപ്പോൾ ഗീതു ആൻറ്റി ആയാലും രാജീവ് അങ്കിൾ ആയാലും നിവിൻ ചേട്ടനായാലും ഇവരൊക്കെ ഐ ഫെൽറ്റ് ലൈക്ക് ദ കിഡ് ഇൻ ദ ഞാൻ കുട്ടിയായിരുന്നു ആ സമയത്തും. അപ്പോൾ ആ ഒരു ബബിൾ ഫീലിംഗ് അവിടെ ഉണ്ടായിരുന്നു. ഈവൻ കാമാട്ടിപ്പുര എന്നുള്ളൊരു ഡാർക്ക് സ്പേസിൽ, ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ ഓൾസോ ഗോട്ട് ടു നോ ദ ഗുഡ് സൈഡ്സ് ഓഫ് ദാറ്റ് ഏരിയ. അപ്പോൾ ആ ഒരു സ്പേസിൽ അഭിനയിച്ചു, ആ ഒരു ബോണ്ട് ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് സെയിം കോമൺ സ്പേസ് ആണ് ഇതാണ്. ഈവൻ ഹിയർ ഇപ്പോൾ ഉണ്ണിച്ചേട്ടൻ ക്യാമറ ചെയ്ത ഉണ്ണിച്ചേട്ടൻ, സുമേഷ് ചേട്ടൻ, വിനായക് ചേട്ടൻ, ഇവർ ഫ്രണ്ട്സാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഐ ഗോട്ട് എ സ്പേസ് ആൻഡ് വിത്ത് സർ, വിത്ത് മാം, ഇവിടെയൊക്കെ കൂടെ അഭിനയിക്കാൻ പറ്റി. ടേക്ക് അവേ എന്ന് പറയുന്നത്, മുല്ല വാസ് എ വെരി ഡിഫറെൻറ്റ് ക്യാരക്ടർ ആൻഡ് ഷീസ് എ വെരി ഹോപ്പ്ഫുൾ ക്യാരക്ടർ. എത്ര വലിയ പ്രശ്നം വന്നാലും ഷീസ് ലൈക്ക് ഇത് ഞാൻ ചെയ്യും, അല്ലെങ്കിൽ ഇത് കുഴപ്പമില്ല. വെറാസ് റോസ്ല ഓൺ ദി അതർ ഹാൻഡ് ഇസ് എ മച്ച് മോർ ആങ്ഷ്യസ് ക്യാരക്ടർ. ലൈക്ക് ഈവൻ വെൻ ദർ ഇസ് maybe there's no trouble, but she sees everything as, anxious clarity, anxious thought process ulla oralana. Now about takeaway, I feel രണ്ടിലും നല്ലൊരു സിനിമ, നല്ലൊരു രീതിയിൽ നല്ലൊരു കഥ പറയാൻ പറ്റുക, ആ ക്യാരക്ടർ കണ്ടുപിടിച്ച് ഒരാൾ വരുമ്പോൾ അത് സ്വീകരിക്കാനുള്ള ഒരു സിറ്റുവേഷൻ, അതാണ്. ജസ്റ്റ് ടേക്ക് അപ്പ് വാട്ട് എവർ. ഹക്കിനോട് പറഞ്ഞ പോലെ നല്ലൊരു ഇത് വരിക, അത് എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് എടുക്കുക. സീസ് ദ മൊമെന്റ്, സീസ് ദ സ്ക്രിപ്റ്റ് ആൻഡ് മേക്ക് ഇറ്റ് ഹാപ്പൻ. ഇപ്പൊ ഈ 6 ഭാഷയിലൊക്കെ വരുന്ന പറയുന്ന സമയത്തൊക്കെ ഒരു ഡെബ്യൂ ഇതിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു സ്പേസും കൂടെയാണല്ലോ അവിടെ വരാൻ പോകുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, റിലീസ് ആവാതിരിക്കുകയാണ്, എഫേർട്ടുകളെല്ലാം ഇട്ടു, ഔട്ട് വരുന്നു, എന്താ ശരിക്കും ഇപ്പോഴത്തെ ഒരു തോട്ട് പ്രോസസ്, എക്സൈറ്റ്മെന്റ് എന്താ? സുമേഷ് എങ്ങനെ? ഞാൻ ആക്ച്വലി ആകെ ഫോക്കസ് ചെയ്യുന്നത് ആളുകളിലേക്ക് ഒന്ന് എത്തണം, അതിന്റെ അത് മാത്രമേ തലയിലുള്ളൂ. ആക്ച്വലി നമ്മള് ഇത് എങ്ങനെയെങ്കിലും ഒക്കെ പുഷ് ചെയ്ത് മാർക്കറ്റ് ചെയ്ത് ഇങ്ങനൊരു സാധനം വരുന്നുണ്ടെന്ന് ആളെ അറിയിക്കണം. അതിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോ ഇരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യത്തിലാണ് ഇപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പാരലൽ എന്റെ ടെക്നിക്കൽ സൈഡിലുള്ള കാര്യങ്ങൾ, അതിന്റെ അപ്ലോഡിങ്ങും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്, അത് പുറകെ നടക്കുന്നുണ്ട്. പക്ഷെ കറണ്ട് ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ആലോചിക്കുന്നില്ല. ഇത് ആൾ അറിയണം ഇത് വരുന്നുണ്ട് എന്നുള്ളത്, കാണണം, സമയമെടുത്ത് കാണണം, കണ്ട് സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയണം, പഠിക്കാനുണ്ട്. അതിൽ നിന്നൊക്കെ ടെൻഷനായിട്ടൊന്നും പിടിക്കുന്നില്ല. ടെൻഷൻ ഷൂട്ട് സമയത്തായിരുന്നു. ഇപ്പൊ ടെൻഷനില്ല. ബംഗാളി, മറാഠി, ഞങ്ങളുടെ വോയിസ് ഹിന്ദി ഏതോ എന്റെ ഒച്ച കയ്യിലല്ല. അത് തമിഴില്ല, ഏതോ ഒരു ഭാഷയില് ഞാൻ വെറുതെ എന്തോ റീലെന്തോ കണ്ടാ ലുക്ക് അങ്ങനെയാണല്ലോ, ശബ്ദം. അതുകൊണ്ട് ജോണിന്റെ ഒക്കെ മറാഠി. അതെ, ഈ സബ്ജക്ട് ഒരിക്കലും കേരളത്തിൽ മാത്രം നിൽക്കുന്നതല്ല, എവിടെ ഈ സ്റ്റോറി ലൈൻ ഇനി ഏത് ഭാഷയിൽ ഡബ് ചെയ്താലും അവരുടെ ഒരു രീതിയിലേക്ക് അതൊക്കെ പോകും. അങ്ങനെ ഒരു കൾച്ചറലി നമ്മൾ ഈവൻ എക്കോ, അതെ, അത് യൂണിവേഴ്സൽ
ഹാർഡ്കോർ ഒരു കേരളത്തിലൊരു എന്താണ് ഒരു ഹിൽ റീജിയൻ ഒരു ഹൈ റേഞ്ചിൽ നടക്കുന്ന ഒരു അപ്പൊ അതിനകത്ത് യൂസ് ഒക്കെ ക്യാരക്ടറിന്റെ ബോഡി ലാംഗ്വേജ് പക്ഷെ അവിടെയും ഐ തിങ്ക് ഇറ്റ്സ് ദ പവർ ഓഫ് ദ സബ്ജക്ട് ദാറ്റ് ടേക്സ് ഓവർ. That is the beauty of the subject also. ഈ ആളുകൾ കംഫേർട്ടിന്റെ ഭാഗമായിട്ട് പാട്ട് കേൾക്കും, പാട്ടിൽ ഭയങ്കര ആശ്രയം തേടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. മ്യൂസിക്കിന്റെ ഹീലിംഗ് പവറിനൊക്കെ പറ്റി പറയാറുണ്ട്. സ്വന്തമായിട്ട് ഇത്രയധികം കംഫേർട്ട് പാട്ടുകളുടെ ഭാഗമായ ആക്ടർ ശരിക്ക് വിനീതേട്ടൻ്റെ ഒരു കംഫേർട്ട് സ്പേസിൽ വിനീതേട്ടൻ്റെ ഒരു ഡസൻ പാട്ടുകളുണ്ടല്ലോ, ഇതിൽ ഒരു ഹാപ്പി മൊമെന്റ് അല്ലെങ്കിൽ കംഫേർട്ട് മൊമെന്റ് കണ്ടുപിടിക്കുന്ന ആളാണോ അതോ മറ്റു പാട്ടുകളാണോ? എന്താ ശരിക്കും വിനീതേട്ടൻ്റെ ഒരു അല്ല ചെയ്യുമ്പോ when you work for that, പക്ഷെ ആ പാട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനത് വെരി റെയർലി കാണാറുണ്ട്. പക്ഷെ എനിക്ക് ഐ ഓൾവേസ് എൻജോയ് റെട്രോ സോങ്സ്, ഇളയരാജ സോങ്സ് കാണാനും. എനിക്ക് പഴയ തമിഴ് പാട്ടുകൾ, കമൽ സാറിന്റെ, രജനി സാറിന്റെ, ശ്രീദേവി മാംസ്, നമ്മുടെ മലയാളത്തിൽ ലാലേട്ടന്റെ മുഖനൊക്കെ ഓൾഡ് സോങ്, ഐ ചെറിഷ് ദാറ്റ് ഇൻ വാച്ചിങ്. എന്റെ പാട്ടുകൾ ഓഫ്കോഴ്സ് ഈ അതിഗംഭീരമായ കോമ്പോസിഷൻസ്, ബിക്കോസ് നമ്മളത് ഷൂട്ട് ചെയ്യുമ്പം അതിന്റെ ഭയങ്കര ഒരു പ്രോസസ്സിലൂടെ പോകും. സോ അത് പല പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും. ആൻഡ് ദെൻ വൺസ് യു സീ ഇറ്റ് യു എൻജോയ് ഇറ്റ്. പക്ഷെ അങ്ങനെ ടൂ മെനി ടൈംസ് റീവിസിറ്റിംഗ് നടക്കാറില്ല. ഐ പ്രിഫർ, എനിക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരുപാട് പഴയ പാട്ടുകൾ, അതിലൂടെയാണ് എനിക്കൊരു ഹാപ്പിനെസ്. ആൻഡ് ഓഫ് കോഴ്സ് വെരി പ്രിവിലേജ് ടു ഡു ഓൾ ദീസ് സോങ്സ് വാട്ട് എവർ ഐ ഹവ് ഡൺ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ നമുക്ക് ചെറിയ ചെയ്യാൻ വിനീതേട്ടന്റെ പാട്ടുകളുണ്ട്, വിനീതേട്ടന് ചെറിയ ചെയ്യാൻ ചെറിഷ് ചെയ്യുന്നല്ല, ചെറിഷ്. പക്ഷെ എനിക്ക് കുറെ കൂടി ഇപ്പം എന്റെ ഒരു നൊസ്റ്റാൾജിയ. അതെ അതെ. So I always going for പഴയ songs and that's what I like because I've watched them as stars and even now എന്റെ കാര്യമായ ജോളീസ് പണ്ടത്തെ തമിഴ് പാട്ടുകളും ഈവൻ ശിവാജി സാറിന്റെ പഴയ ഡാൻസസ് ഉണ്ട്. അയ്യോ നമുക്ക് അതൊക്കെ ഇനി അങ്ങനെയൊക്കെ പെർഫോം ചെയ്യാൻ ആർട്ടിസ്റ്റ് ഉണ്ടാവുമെന്ന് തോന്നുന്നു. ബ്രില്യന്റ് ഡാൻസേഴ്സ് ആൻഡ് ഗ്രൂപ്പ് ഡാൻസസ്, കൊറിയോഗ്രാഫീസ്, ടെക്നിക്കൽ പെർഫോം ആ കാലത്ത് അത് ഞാൻ ഒരുപാട് റീവിസിറ്റ് ചെയ്തു. There is so much to watch. അവസാനമായിട്ട് ചോദിക്കുകയാണെങ്കിൽ, ഈ പറഞ്ഞ ഒരു മിസ്റ്ററി സീരീസ് വരുന്നു, ഉറപ്പായിട്ടും അതിൽ നേരത്തെ പറഞ്ഞ പോലെ ഓഡിയൻസ് ഹുക്ഡ് ആയിരിക്കണം. ഇവരിൽ ഈ ഒരു എന്താ പറയുക ഹങ്കർ ഫോർ മറ്റേ ട്വിസ്റ്റ് പോലെ ഇതിൻ്റെ ഒരു ക്ലൈമാക്സിന് വേണ്ടി, ഈ ക്ലിഫ് ഹാങ്ങേഴ്സിന് വേണ്ടിയിട്ടുള്ള ഇവരുടെ ഒരു ജേണി കൂടെ ഉള്ളൂ നിങ്ങളുടെ ഒപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക്. എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ആസ് പ്രേക്ഷകർ, നിങ്ങൾ ഒരു മിസ്റ്ററി സീരീസ് കാണുന്നത്, ഒരു ഹൊറർ സീരീസ് കാണുന്നത്, ഒരു ത്രില്ലർ കാണുന്നത്, നിങ്ങൾ ശരിക്കും എങ്ങനെയാണ് ഹുക്ഡ് ആവുന്നത്? നിങ്ങൾ എൻജോയ് ചെയ്യുന്നത് എങ്ങനെയാണ്? കാരണം എപ്പോഴും നിങ്ങൾ അഭിനയിച്ച, നിങ്ങൾ ഭാഗമായ, സംവിധാനം ചെയ്തതിനെ പറ്റി മറ്റുള്ളവരെയാണ് കേൾക്കാറ്. നിങ്ങൾ ആസ് പ്രേക്ഷകർ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ഒരു സീരീസിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ നിങ്ങൾ ബിഞ്ച് വാച്ച് ചെയ്യുന്നവരാണോ? എന്താ നിങ്ങളുടെ ഒരു പ്രോസസ് ഓഫ് വാച്ചിങ്? എനിക്ക് ഓൾവേസ് എക്സൈറ്റ്. ഈ പറഞ്ഞ ക്ലിഫ് ഹാങ്ങർ മൊമെന്റ് ഒരു ഗംഭീര സാധനമാണ്. ഈവൻ ഇന്റർനാഷണൽ സീരീസ് ആൻഡ് പലതിലുമുള്ള ട്വിസ്റ്റ്, അതൊക്കെ ഇതൊക്കെ ഞാൻ ആസ് എ പ്രേക്ഷകൻ ഇതിൽ എക്സ്പീരിയൻസ്. ഏത് റോസ്ലിൻ വായിക്കുമ്പോ എക്സ്പീരിയൻസ്, അത് ഷൂട്ട് ചെയ്യുമ്പോ ഉണ്ടായിരുന്നു, കണ്ടിട്ടില്ല. കാണുമ്പോൾ ഡെഫിനറ്റ്ലി, ബിക്കോസ് എനിക്ക് ആസ് എ പ്രേക്ഷകൻ 100% ഷുവർ ആണ്. ഇഫ് ഐ എം സിറ്റിംഗ് അറ്റ് ഹോം ആൻഡ് വാച്ചിങ് ദിസ്, ഐ ലവ് ദിസ്. സോ അതിൽ ഒരുപാട് ഇങ്ങനത്തെ മൂവ്മെന്റ്സ് ഉണ്ട്. സോ അത് തന്നെയാണ് എനിക്ക് ജനറൽ ഒരു അല്ലെ ഒരു സീരീസ് കാണുന്ന ആൾക്കാരുടെ. പിന്നെ ഇതിൽ വേറൊരു വലിയ പോസിറ്റീവ് ഇത് യു ആർ സിറ്റിംഗ് ഇൻ യുവർ കംഫർട്ട് സോൺ അറ്റ് ഹോം. Lying down on a couch or a divan and sitting with family and you're discussing about it. And there's no dresses, ഇത്ര മണിക്ക് ഷോ, ടിക്കറ്റ് വാങ്ങണം, പോപ്കോൺ വാങ്ങിക്കൊടുക്കണം, അതൊന്നുമില്ല. ഹാപ്പി ആയിട്ട് ഇരുന്ന് you can sit and watch any time. So അതിന്റെ ഒരു മൈൻഡ് സെറ്റ്, യു ബി വെരി റിലാക്സ്ഡ്. പക്ഷെ അങ്ങനെ റിലാക്സ്ഡ് ആയ സമയത്ത് കാണണം അല്ലേ സുമേഷ്? കുറച്ചുകൂടെ ഒരു എന്താ പറയാ അറ്റൻറ്റീവ് ആയിട്ട് കാണാൻ പറ്റുന്ന സ്പേസിൽ ഡിസ്ട്രാക്ഷൻസ് കുറച്ച് കാണുന്നതല്ല. രാത്രി 12 മണിക്കൊന്നും എന്ന് വെച്ചാൽ ഇച്ചിരി കൂടെ പയ്യെ പറയുന്നൊരു സാധനം ആയത് കാരണം കുറച്ചുകൂടെ ഒരു ന്യൂവാൻസുകളിലൊക്കെയാണ് ഇത് ഇങ്ങനെ അവൻ എഴുതി പോയേക്കുന്ന സാധനം അങ്ങനെ. അപ്പൊ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ പരമാവധി കുറഞ്ഞ് ബിഞ്ച് വാച്ച് ചെയ്യാനൊക്കെ പറ്റുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. ജനറലി സിനിമയ്ക്ക് എങ്ങനെയാണ് നമ്മൾ എന്തൊരു
മൂഡിലാണ് ഒരു പടം കാണാൻ അതെ അത് ഭയങ്കര അതെ അതിനെ ആസ്പദമാക്കിയിട്ടാണ് നിങ്ങളുടെ ആസ്വാദനം. സത്യം ട്രോമാറ്റിക് ആയിട്ടാണ് നമ്മൾ അവിടെ പോകുന്നത്, ഒരിക്കലും എൻജോയ് ചെയ്യാൻ പറ്റും. സിനിമയ്ക്കും അതെ. അതുപോലെ ഭയങ്കര ടയർഡ് ആയിട്ട് പോയി ഓബിയസ്ലി യു വിൽ ഫോൾ അസ്ലീപ്. അത് കഴിഞ്ഞ അയ്യോ ഞാൻ ഉറങ്ങിപ്പോയെന്ന് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഈ സീരീസിന്റെ ഒരു ഗുണം അതാ ഈ റീവാച്ചിങ്, എപ്പോ വേണമെങ്കിലും നമുക്ക് റീവാച്ചിങ്. ഞാൻ നേരത്തെ പറയായിരുന്നു, ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഇന്റർവ്യൂസ് ഒക്കെ ഒന്ന് റീവാച്ച് ചെയ്യും. You will get a lot of valid points what we were talking about. ഈ അല്ല ഈ പറഞ്ഞ പോലെ സ്ലോ ബേൺ അല്ലെങ്കിൽ പതിയെ പറഞ്ഞു പോകുന്ന പറഞ്ഞപ്പോൾ ഇപ്പൊ എല്ലാവരും ഏറ്റവും കൂടുതൽ കൺസേൺഡ് ആവുന്നതും സിനിമയുടെ അല്ലെങ്കിൽ സീരീസിന്റെ പേസ് സെറ്റിങ്ങിലാണല്ലോ. കഴിഞ്ഞ ദിവസം ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു, ഈ മാർട്ടി സുപ്രീം വന്നപ്പോൾ ഈ സിനിമയുടെ സ്പീഡ് ഭയങ്കര വലിയ സ്പീഡാണ്, എഡിറ്റിൽ പേസ് സെറ്റ് ചെയ്തേക്കുന്നത് നോർമലി ഈ ഒരു ജോൺറെ ട്രൈ ചെയ്യുന്ന പേസിലല്ല. ആളുകൾ കൂടുതൽ കൺസേൺഡ് ആവുന്നുണ്ട് അവിടെ, ഓഡിയൻസിന്റെ അറ്റൻഷൻ സ്പാൻ എന്നുള്ള രീതിയിൽ റീല് പോലും മുഴുവൻ കാണാൻ പറ്റാത്ത രീതിയിലോട്ട് ഇത് മാറുന്ന സമയത്തേക്ക് അവിടെ ഒരു സ്ലോ ബേൺ എന്നുള്ളത് അതിൽ ഈ സ്ക്രിപ്റ്റിലുള്ള കോൺഫിഡൻസ് തന്നെയാണ്. അതെ, ആ സബ്ജക്റ്റിന് വേണ്ടുന്ന പേസ് തന്നെ നമ്മള് പിടിച്ചു പോയി എന്നുള്ളത് തന്നെയാണ്. അത് കഥ കേട്ടപ്പോ അവൻ പറഞ്ഞു കേട്ടപ്പോ എനിക്ക് അത് രസമായിട്ട് തോന്നിയായിരുന്നു, ഞാൻ പറഞ്ഞപ്പോ ബാക്കിയുള്ളവർക്ക് രസമായിട്ട് തോന്നിയായിരുന്നു. അതുകൊണ്ട് കാണുമ്പോഴും രസമായിട്ട് വരുന്നു വിചാരിക്കുന്നു. അത് സബ്ജക്റ്റിന് വേണ്ടുന്ന പേസിൽ തന്നെയാണ് പോയി. നമ്മൾ മനഃപൂർവ്വം ഒന്നും സ്ലോ ആക്കിയിട്ടില്ല, മനഃപൂർവ്വം ഫാസ്റ്റ് ആക്കിയിട്ടില്ല. റീല് കാണുന്ന ഒരു മൈൻഡ് സെറ്റിലല്ല ഒരു സീരീസ് ഫിലിം കാണുമ്പോൾ യു ആർ പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. മറ്റേത് ഇതിപ്പോ തീരുന്ന അറിയാലോ, തള്ളിവിടുന്ന നമുക്ക് ബാക്കി കാണാം. അത് പക്ഷെ സീരീസിലും അത് പറ്റില്ല. ഞാനൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടല്ലേ നമ്മളൊരു ഇതിന് ഇരിക്കുന്നത്. ഇന്ന് ഇത് കാണാം. അതെ, അവിടെ ഈ ബിഞ്ച് വാച്ചും പോസിബിൾ ആവുന്നു, കണ്ടു തീർക്കുന്നു. പക്ഷെ ചേട്ടൻ പറയുന്ന പോലെ ഇറ്റ്സ് റീച്ച്ഡ് എ പോയിന്റ് വെയർ ഈവൻ ക്രിയേറ്റേഴ്സ് ആർ ഡമ്മിങ് ഡൗൺ ചില പ്ലോട്ട് പോയിന്റ്സ്. 2-3 പ്രാവശ്യം ഒരേ കാര്യം പറയാം. കാരണം ചില ആൾക്കാർ ഇപ്പൊ ഡബിൾ സ്ക്രീൻ വാച്ചിങ്, ഒരാൾ ഫോൺ നോക്കിയിട്ടായിരിക്കും കാണുന്നത്. അപ്പൊ സുമേഷ് ചേട്ടൻ പറഞ്ഞ പോലെ യു ഷുഡ് ബി പേഷ്യന്റ് ആൻഡ് വി ട്രസ്റ്റ് ദി ഓഡിയൻസ് ടു ഡു ദാറ്റ് ആൻഡ് വി ഹവ് നോട്ട് ഡംഡ് എനിത്തിങ് ഡൗൺ. അപ്പോൾ നിങ്ങൾ ഇത് ഇരുന്ന് അത് കണ്ട് മനസ്സിലാക്കി കാണേണ്ട ഒരു സാധനമാണ് റോസ്ലിൻ. അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും. പറഞ്ഞ പോലെ റോസ്ലിൻ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടട്ടെ. താങ്ക് യു. താങ്ക് യു.